നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലഹരിയെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ലഹരിയോട് എങ്ങനെ നമുക്ക് പോരാടാം എന്ന വിഷയം തന്നെയാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോയാണ്. എന്തായാലും അവർ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, തീർച്ചയായും നമ്മളെല്ലാവരും തന്നെ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി വേട്ട നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ അക്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കിതിനെ നേരിടാൻ കഴിയുന്നത്? ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായും. മാനസികാരോഗ്യ രംഗത്ത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ വ്യക്തിപരമായും കുടുംബപരമായും അതുപോലെ തന്നെ സമൂഹപരമായും സംഭവിക്കുന്ന പ്രശ്നങ്ങളും അത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നാറ്, ഇതിൽ നിന്ന് മാറാനും ഇതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും എപ്പോൾ വേണമെങ്കിലും ഇത് ഉപേക്ഷിക്കാനും ഉള്ള ഒരു തിരിച്ചറിവും അതിനുള്ള ഒരു പ്രാപ്തിയും ഇത് വളരെ അമിതമായി ഉപയോഗിക്കുന്നവരിൽ പോലും കണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു വിഷയത്തിലോട്ട് എങ്ങനെ ലഹരി തടയാം, അല്ലെങ്കിൽ ലഹരിക്കെതിരെ എങ്ങനെ പോരാടാം എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ, എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈയിടെ ന്യൂസുകളിലൊക്കെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൗമാരക്കാരിലും അല്ലെങ്കിൽ യുവജനങ്ങളിലും ലഹരി മൂലമുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളും ആസക്തിയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്തുകൊണ്ട് കൗമാരക്കാര് അല്ലെങ്കിൽ ചെറുപ്പക്കാരെ യുവജനങ്ങൾ ഈ ലഹരിയിലോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. കാരണം ഈ ചെറുപ്രായം, കൗമാരപ്രായം എന്തിനേയും ആദ്യമായി പരീക്ഷിക്കാൻ നമുക്ക് ആഗ്രഹം തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായും അവരിലെ ഒരു എന്താ പറയുക, ഐഡന്റിറ്റി, ഞാനാണ് മുതിർന്ന വ്യക്തിയാണെന്ന് തെളിയിക്കണം എന്നൊരു ത്വര തന്നെ ഈ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി എന്ന് പറയുന്നത് വിവിധതരം വസ്തുക്കളുണ്ട്. മദ്യം മുതൽ മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെടുന്ന കന്നാബിസ് അല്ലെങ്കിൽ കഞ്ചാവ്, MDMA എന്ന് പറയുന്ന ആംഫിറ്റാമിൻ പ്രൊഡക്ട്സ്, അതുപോലെ ഓപ്പിയോയിഡ്സ്, അനേകം ഉറക്കം ഗുളികകൾ, ഇങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സാധനങ്ങൾ ലഹരി വിഭാഗത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും, കൂടുതൽ മദ്യമാണ് കൂടുതൽ, അതിനുശേഷമാണ് ബാക്കി ലഹരി വസ്തുക്കൾ. ഇപ്പം സ്മോക്കിംഗ്, നിക്കോട്ടിൻ എന്ന് പറയുന്നതും എല്ലാം ലഹരി മരുന്നുകളുടെ വിഭാഗത്തിൽ പെടുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ആദ്യമായി ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടിയും എനിക്ക് ഇതിനടിമയാകണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പെട്ടുപോകണമെന്നോ എൻ്റെ ജീവിതം നശിപ്പിക്കണമെന്നോ ഉള്ള ഒരു ആഗ്രഹത്തോടെ ഒന്നും അല്ല തുടങ്ങുന്നത്. വെറുതെ ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് കളയാം, അല്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇതെടുത്താൽ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും, ഒരു കുഴപ്പമില്ല, ഒരു പ്രാവശ്യം അല്ലേ 2 പ്രാവശ്യമല്ലേ എന്നുള്ള ഒരു പ്രേരണ കൊണ്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അവരുടെ കൗമാര ഒരു ത്വരയുടെ ഭാഗമായി ഒക്കെ തുടങ്ങുന്നതാവാം. അതിനുശേഷം ഈ ഒന്നായി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായി, ഫംഗ്ഷന്റെ എണ്ണം കൂടി അതിനുശേഷം പലപ്പോഴായി വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അതായത് നമ്മുടെ തലച്ചോറിനകത്ത് ചില റിവാർഡ് പാത്വേ എന്നൊക്കെ അറിയപ്പെടുന്ന, അതായത് നമുക്ക് സന്തോഷം തരുന്ന, മനസ്സിന് ഒരു ഹൈ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫീല് തരുന്ന ഈ പദാർത്ഥങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ബ്രെയിനകത്ത് നടക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ റിവാർഡ് പാത്വേയിൽ ഈ സബ്സ്റ്റൻസ് കയറി പിടിക്കുകയും നമ്മുടെ തലച്ചോറിനെ അതിനടിമയാക്കി മാറ്റുകയും, അത് ക്രമേണയായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റങ്ങൾ കൊണ്ടാണ് ഒരാൾ ഈ ഒരു പദാർത്ഥങ്ങൾക്ക് അടിമയായി മാറുന്നത്. പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല, കാലങ്ങൾ എടുക്കും പലപ്പോഴും ഇതിനൊരടിമ എന്ന നിലയിൽ എത്താൻ, അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന ഒരു ലെവലിലോട്ട് എത്താൻ. പക്ഷെ ഒന്ന് സമൂഹം മനസ്സിലാക്കേണ്ടത്, ഇത് ഉപയോഗിക്കുന്നവരെ, നമ്മളിപ്പം ഒരുപാട് കോളിളക്കങ്ങൾ നടക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിലും. ഇന്നൊരു മെയിൻ ഒരു പത്രമാധ്യമത്തിന്റെ എഡിറ്റോറിയൽ തന്നെ ലഹരിയെ കുറിച്ചും അതെങ്ങനെ തടയാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങളെല്ലാം എന്തോ വലിയ തെറ്റുകാരാണ്,
അവരെയൊക്കെ ഒരു പാപികളാക്കിയോ അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യം ചെയ്യുന്നവരെ പോലെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത അതൊരിക്കലും ശരിയല്ല. അവരും ഇത് ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അഡിക്ഷൻ ഒരു മാനസിക രോഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യം എന്ന നിലയിൽ കണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനെ അവരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ മാറണം, എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ള ഒരു തോന്നലിലോട്ട്, ഒരു മോട്ടിവേഷനിലോട്ട് അവരെ നയിക്കാനുള്ള ഒരു കടമയാണ് നമുക്ക് സമൂഹത്തിനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ യുവജനങ്ങളാണ് ഇതിന് കൂടുതൽ അടിമപ്പെടുന്നത്. എന്നാലും ഏത് പ്രായക്കാരിലും ലഹരിക്കുള്ള ഈ സബ്സ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഈ പദാർത്ഥങ്ങളിലേക്കുള്ള ഒരു ആഭിമുഖ്യം കൂടുതലാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ ഒരു പദാർത്ഥങ്ങൾക്ക് അടിമ, അല്ലെങ്കിൽ ഒരാള് അതിൽ കീഴ്പ്പെട്ടു അഡിക്ഷനിൽ എത്തി എന്നൊക്കെ പറയാൻ പറ്റുന്നത്? അയാൾ 1, 2, 3 പ്രാവശ്യം ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് അയാൾ അടിമയായിരിക്കണമെന്നില്ല. ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ എത്താനായിട്ട് ഏതാനും ചില ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ അവർ കാണിച്ചെന്നിരിക്കാം. ഈ സ്കൂൾ കുട്ടികളും അതുപോലെ ചെറുപ്രായക്കാരും പല ലഹരി വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ വീട്ടുകാർക്ക്, മാതാപിതാക്കൾക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ധാരാളം കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന മാതാപിതാക്കൾ നമ്മളോട് പരാതിപ്പെടാറുണ്ട്. കാരണം മദ്യം ഉപയോഗിച്ചാൽ ചിലപ്പോൾ സ്വഭാവമാറ്റം വളരെ വ്യക്തമായി എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ചില സബ്സ്റ്റൻസ്, ഇപ്പൊ കന്നാബിസോ നിക്കോട്ടിൻ, ചില സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചാൽ ആംഫിറ്റാമിൻ പോലെ MDMA പോലെയുള്ള സബ്സ്റ്റൻസ് ഒന്നും നമുക്ക് ആദ്യ കാലഘട്ടത്തിലൊന്നും കുഞ്ഞുങ്ങളിലെയോ യുവാക്കളിലെയോ മാറ്റങ്ങളോ സ്വഭാവ രീതികളോ അവരെടുത്തു എന്ന് വന്നതിലുള്ള ഒരു വ്യത്യാസങ്ങളൊന്നും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ അല്ലെങ്കിൽ വീട്ടുകാർ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള അറിവിലേക്ക് എത്തുമ്പോഴേക്കും അവർ അതിന് അടിമപ്പെട്ടിരിക്കും. അതാണ് സാധാരണ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് അടിമ അല്ലെങ്കിൽ ഇതൊരു രോഗമായി മാറുന്ന അവസ്ഥാവിശേഷത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യമായി ഇത് ചെറിയ ഡോസ് ഉപയോഗിച്ചു, പിന്നെ ആ ഡോസ് പോരാ, അതേ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് കൂടുതൽ വേണം എന്ന് തോന്നുന്ന ഒരവസ്ഥ, അതായത് ടോളറൻസ് എന്ന് പറയും. കൂടുതൽ സബ്സ്റ്റൻസ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അതുപോലെ തന്നെ 1 ദിവസമോ 2 ദിവസമോ ഉപയോഗിക്കാതിരുന്നാൽ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന ഉപയോഗിക്കാതിരിക്കുമ്പോൾ ശരീരം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഉറക്കമില്ലായ്മയും അതുപോലെ കോൺസെൻട്രേഷൻ കുറവായിരിക്കുക, അസ്വസ്ഥത അനുഭവപ്പെടുക, ഉത്കണ്ഠ അനുഭവപ്പെടുക, വിഷാദം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അതൊക്കെ താങ്ങാൻ പറ്റുന്നതിലുപരിയാണ് പലപ്പോഴും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവര് ഈ വിഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ ഈ വേദനയോ അസ്വസ്ഥതയെ ഒഴിവാക്കാൻ വേണ്ടിയാണ്, ആദ്യമൊക്കെ ആ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയാണെങ്കിലും പിന്നീട് ഈ ഒരു അവസ്ഥാവിശേഷം ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലാതെ വിഡ്രോവൽ സിംറ്റംസ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ലഹരി പദാർത്ഥങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ശ്രമിക്കും, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും ഡോസ് കുറയ്ക്കാനും അല്ലെങ്കിൽ നിർത്താനും അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അത് പരാജയപ്പെടും. അതും ഈ അഡിക്ഷനിലെത്തി എന്ന് ഉള്ളതിന്റെ ഒരു തെളിവാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ അവരുടെ ജീവിതത്തിലെ മുൻ താല്പര്യം ഇനിയും എങ്ങനെ സബ്സ്റ്റൻസ് കിട്ടും, ഇതിന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏത് വിധത്തിൽ എനിക്ക് ഇത് വാങ്ങാൻ ഇതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാം. അവർക്ക് ജോലി ഉണ്ടായിരിക്കാം, കുടുംബം ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഉള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എനിക്ക് ഇനിയും എങ്ങനെ ഈ ലഹരി പദാർത്ഥം സംഘടിപ്പിക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാം, അതിനുള്ള പൈസ ഉണ്ടാക്കാം എന്നതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെ ഇവർക്ക് പണം കിട്ടാൻ ബുദ്ധിമുട്ടാവും. കാരണം പല ലഹരി പദാർത്ഥങ്ങളും അത് പല വിലയ്ക്ക് കിട്ടുന്നതുണ്ട്, വില കുറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ ആംഫിറ്റാമിൻ ഗ്രൂപ്പിലുള്ള മരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. അതായത് 5000 തൊട്ട് 10000 ഒക്കെ വരെ വില വരുന്ന ലഹരി പദാർത്ഥങ്ങളുണ്ട്. അപ്പൊ അതിനായിട്ട് പണം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും എളുപ്പമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ ആക്രമണ വാസനയിലേക്കും മോഷണം അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധ പദ്ധതികളിലേക്കും അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകൾ തന്നെ കൈകാര്യം ചെയ്യുക, വിതരണം ചെയ്യുക എന്ന് തുടങ്ങിയ ജോലികളിലേക്കൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ശാരീരികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ അഡിക്ഷൻ എന്ന അവസ്ഥ മാനസികമായിട്ടും ശാരീരികമായിട്ടും
നമ്മൾ ഒരു വ്യക്തി ഇതിനടിമപ്പെട്ട് കഴിഞ്ഞു, അവരുടെ തലച്ചോറ് അതിൽ നിന്ന് തിരിച്ചു വരാൻ അവരെ സമ്മതിക്കുന്നില്ല. വീണ്ടും വീണ്ടും അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, രാസവസ്തുക്കൾ, അവരുടെ ബ്രെയിനിലെ റിവാർഡ് പാത്വേ എന്ന് അറിയപ്പെടുന്ന നാഡീവ്യൂഹങ്ങളൊക്കെ അവരെ തിരിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കൂ, എടുക്കൂ, സമയമാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഈ ഒരു പദാർത്ഥം കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ആഞ്ഞു ശ്രമിക്കുകയാണ്. അതിനിടയിൽ അവരുടെ ബോഡിക്ക് അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും ആ രോഗങ്ങൾ അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇപ്പം ആൽക്കഹോൾ ആണെങ്കിൽ ലിവറിന്റെ ഡിസീസ്, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ശ്വാസകോശത്തിന്റെ, അതുപോലെ വൈകാരികമായിട്ടും ബുദ്ധിപരമായിട്ടും മറ്റു ശാരീരിക അസുഖങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ പിടിപെട്ടിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് അവർ ചികിത്സ എടുത്ത് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തി തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാവാം. എങ്കിൽ പോലും, അതായത് ശരീരത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഹാനികരമായ അവസ്ഥ അറിഞ്ഞിട്ട് പോലും വീണ്ടും അതിലേക്ക് വരിക, അതിനെ സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നതും ഒരു ലഹരിക്ക് അടിമയാകുന്നതിന്റെ ഒരു മുഖ്യ ലക്ഷണമാണ്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള തലങ്ങളിലൊക്കെ ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗം തന്നെയാണ്. അതിന് സഹായം തേടേണ്ടത്, അതായത് മാനസികാരോഗ്യ വിഭാഗത്തിന്റെ സഹായം കൂടി തന്നെ അത് നിർത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് പലപ്പോഴും നമ്മൾ ഉപദേശിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, മാറ്റി നിർത്തും. അതിലൊക്കെ ഉപരി അവരെ സഹായം തേടാൻ ഒരു മനസ്സുണ്ടാക്കുക, അല്ലെങ്കിൽ സഹായം പലപ്പോഴും കുറച്ചൊരു ബലം പ്രയോഗിച്ച് അവരെ സഹായം കിട്ടേണ്ട ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തോ എത്തിക്കുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഒരു കടമ. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഉള്ള ധാരാളം ചികിത്സാ മാർഗങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല സമയക്കുറവ് മൂലം. ഓരോ പദാർത്ഥത്തിനും, ലഹരി പദാർത്ഥത്തിനും അതേത് തരത്തിലുള്ളതാണ്, അതിന്റെ കെമിക്കലും രാസഘടനയൊക്കെ അനുസരിച്ച് വിവിധ തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ, അതിന്റെ ദൂഷ്യഫലങ്ങൾ, ശരീരത്തിൽ നിന്ന് വിഡ്രോവൽ സിംറ്റംസ്, നിർത്തുമ്പോഴുള്ള ശരീരത്തിനുണ്ടാകുന്ന ഹാനികരമായ പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥ, തളർച്ച, ഉറക്കക്കുറവ്, വിറയൽ, ഇതിനെയൊക്കെ അപ്പോൾ തന്നെ മാറ്റാനുള്ള അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള നാഡീവ്യൂഹങ്ങളെ, അതിന്റെ കെമിക്കൽസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകൾ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ അത് ഈ ഒരു വിഡ്രോവൽ സിംറ്റംസ് മൂലം അയാള് ഹാനികരമായ എല്ലാ അവസ്ഥയിലേക്കും, അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രോബ്ലത്തിലേക്കോ, അമിതമായ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ അവസ്ഥയിലോട്ടോ, അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലോട്ടും കോമയിലോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വൈദ്യസഹായത്തോടെ നിർത്തുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെന്ററിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന ഒരു ലെവലിലോട്ട് വന്നാൽ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടതാണ്. അപ്പൊ ആദ്യത്തെ ഒരു ഡിറ്റോക്സിക്കേഷൻ എന്ന ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇതിനോട് ക്രേവിങ്, അവരുടെ ബ്രെയിൻ ഇതിനോട് പിന്നെയും പിന്നെയും അതിനോടുള്ള ആഭിമുഖ്യം കിട്ടണം എന്നുള്ള ഒരു തോന്നൽ, അമിതമായ തോന്നൽ, അതിനെ മാറ്റാനുള്ള ആന്റി ക്രേവിങ് കുറയ്ക്കാനുള്ള മരുന്നുകളും നമുക്ക് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ മരുന്ന് ചികിത്സ മാത്രമല്ല, അവർക്ക് ഇതിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ, എനിക്ക് മാറണം, എൻ്റെ ഈ ഉപയോഗം എൻ്റെ ശരീരത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എല്ലാം ഹാനികരമാണ്, എനിക്കിതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലുള്ള സൈക്കോതെറാപ്പി, അതായത് മരുന്ന് കൂടാതെയുള്ള മറ്റ് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി പോലെയുള്ള ചികിത്സാ വിധികളും ഇതിനോടൊപ്പം തന്നെ തുടങ്ങേണ്ടതാണ്. മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുന്ന, അവർക്ക് മോട്ടിവേഷൻ, ഇതിൽ നിന്ന് മാറി നിൽക്കണം, എനിക്ക് രക്ഷപ്പെടണം എന്നൊരു തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് തികച്ചും ശ്രമകരമായ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്കൊരു കോൾ ഉണ്ട്, തൃപ്പൂണിത്തുറയിൽ നിന്നും വിജയാണ് വിളിക്കുന്നത്. വിജയ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ, ഹലോ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ലഹരിക്ക് അടിമയെന്നല്ല, ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവിടെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രായം 19 വയസ്സ്. 19 വയസ്സ് അല്ലേ? 19. അതെ. നമുക്ക് തീർച്ചയായിട്ടും കൗമാരം കഴിഞ്ഞത്, ടീനേജ് എന്നൊക്കെ പറയുന്ന കൗമാരപ്രായത്തിലുള്ള കുട്ടി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും
മാതാപിതാക്കള് ഒരു ഉം, ഒരു ആദ്യമൊക്കെ കുറച്ച് നിർബന്ധപൂർവം തന്നെ പലപ്പോഴും ഡി അഡിക്ഷൻ സെന്ററിൽ ഒരിക്കൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏത് തരത്തിലുള്ള സെന്റർ ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ശാസ്ത്രപരമായി ഡോക്ടർമാർ, സൈക്യാട്രി അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടർമാർ ചികിത്സിക്കുന്ന സെന്ററിൽ ഇച്ചിരി നിർബന്ധമായി പൂർവ്വം എത്തിച്ചാൽ, കാരണം 19 ഇയേഴ്സ് ഉള്ള കുട്ടിയാണ്, അപ്പോൾ എത്തിച്ചു കഴിഞ്ഞ മാതാപിതാക്കളുടെ സമ്മതവും അതുപോലെ കുട്ടിയുടെ സമ്മതത്തോടും കൂടി തന്നെ നമ്മൾക്ക് കുറച്ച് പെട്ടെന്നുള്ള ഒരു ചികിത്സയല്ല, ഒരു നീണ്ടു നിൽക്കുന്ന 1 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാവിധിയിലൂടെ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഒരു പ്രാവശ്യം പലരും പറയാറുണ്ട് ഞങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ പലയിടത്തും കാണിച്ചു, കൗൺസിലിംഗ് ചെയ്തു എന്നൊക്കെ. പക്ഷെ ഒരിക്കൽ നമ്മൾ പരാജയപ്പെട്ടു എന്നോർത്ത് ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ശ്രമിക്കുക, തീർച്ചയായിട്ടും ഇതിനൊരു ഫലമുണ്ടാവും. ഞാനൊരു ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ, സമ്മതം ഒരിക്കലും ഹലോ, കേക്ക് കോള് കട്ടാവുന്നുണ്ട്. സമ്മതം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ സമ്മതം, കുട്ടികളല്ലല്ലോ, 18 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായവരാണ്. സമ്മതം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, സമ്മതമില്ലാതെ ചികിത്സിക്കാനും ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കുറച്ചൊരു നിർബന്ധപൂർവ്വം അവരെ എത്തിച്ചാൽ, ഇപ്പോൾ അതിനുള്ള വകുപ്പുകളുണ്ട്, എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിത മണിക്കൂറിനുള്ളിൽ അവരുടെ സമ്മതം അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ ലഭ്യമാണ്. അത് നമ്മൾ ശരിയായി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നമ്മുടെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നമ്മൾ തരുന്നതാണ്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഏത് സെന്റർ ആണ് എന്നുള്ള, തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ബന്ധപ്പെട്ടാൽ നമ്മുടെ സൈക്യാട്രി സൊസൈറ്റിയുടെ, കേരള സൈക്യാട്രി സൊസൈറ്റിയുടെ ഹെൽപ്പ് ലൈൻ സഹായ നമ്പറുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഇതിൽ നിന്ന് മാറാനും ഏത് സെന്ററിൽ പോകണമെന്നും നിങ്ങളെ സഹായിക്കും. തീർച്ചയായും ഡോക്ടർ, എന്തായാലും വിജിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിളിച്ചത്. അവർക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ആരംഭിക്കാം. അതായത് നേരത്തെ മാതാപിതാക്കൾക്കുള്ള ആശങ്കകൾ, എങ്ങനെയാണ് ഈ മക്കളെ ഡി അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ കൊണ്ടുപോവുക എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും കുട്ടികൾ അക്രമാസക്തരാകുന്ന സാഹചര്യത്തിൽ അവരെ പലപ്പോഴും തള്ളിക്കളയുന്ന സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ അധ്യാപകർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കൗൺസിലിംഗ് രീതികൾ എന്തൊക്കെയാണ്? അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇതിന്റെ ഒരു പ്രിവെൻഷൻ, ഈ സമൂഹത്തെ എങ്ങനെ ഈ ഒരു വിപത്തിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ള വിഷയത്തിലോട്ട് വരുമ്പോൾ തന്നെ ആദ്യം തൊട്ടേ ഞാൻ പറയേണ്ടത്, എപ്പോഴും കൗമാരക്കാരായ മാതാപിതാക്കളെ അല്ല, കൊച്ചു പിള്ളേരുടെ, കൊച്ചു കുട്ടികളുടെ സ്കൂളിൽ അതിന് ക്രമകരമായ ഒരു പരിപാടി, ചിട്ടയായ ഒരു പ്ലാൻ, ഒരു പദ്ധതി തന്നെ രൂപവൽക്കരിക്കണം. കാരണം കൊച്ചു ക്ലാസ്സിലെ കുട്ടികളുടെ തൊട്ട് മാതാപിതാക്കളെ നമ്മൾ ഇതിനെപ്പറ്റി അവബോധപ്പെടുത്തണം, ടീച്ചേഴ്സിനെയും. കാരണം നമ്മളൊരു സ്നേഹത്തോടെ സൗഹൃദത്തോടെ മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ. ഇപ്പം കൗമാരക്കാരെയോ യുവാക്കളെയോ സംശയിച്ചിട്ടോ അവരെ സംശയത്തോടെ പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിലാക്കിയിട്ടൊന്നും നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റില്ല. അപ്പോൾ സമൂഹത്തിലെ വിപത്ത് ഇനിയും കൂടി വന്നുകൊണ്ടിരിക്കും. കാരണം ഇതിന് അവൈലബിൾ ആക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം കൊറിയർ വഴി, ഇന്റർനെറ്റ് വഴി, അങ്ങനെയൊക്കെ ഒരുപാട് ശൃംഖലകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അവസരങ്ങൾ കൂടി വരും. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു നല്ല മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, അതായത് മൂല്യത്തിൽ, വാല്യൂസിൽ എന്താണ് തെറ്റ്, എനിക്ക് എപ്പോൾ നോ പറയാം, എനിക്ക് എന്താണ് വേണ്ടത് എന്ന് കൊച്ചുനാളിലെ അറിയാൻ, അല്ലെങ്കിൽ പേരൻസിന് പറയാൻ, അല്ലെങ്കിൽ പേരൻസിന് അത് കുഞ്ഞുങ്ങളെ പ്രവൃത്തിയിൽ കൂടി, അല്ലെങ്കിൽ വെറുതെ ഉപദേശമല്ല, പ്രവൃത്തി. ശരി, വളരെ വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് സമയപരിധിയുണ്ട്, അതുകൊണ്ടാണ് ഇടപെട്ടത്. എന്തായാലും മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. മക്കൾക്ക് നോ എന്ന് പറയാം, അതായത് സേ നോ ഡ്രഗ് എന്ന് പറയാൻ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ചെറുപ്പം മുതൽക്ക്. എന്തായാലും ഡോക്ടർ വളരെയധികം നന്ദിയുണ്ട് നമ്മളോട് ഇത്രയധികം നേരം സംസാരിച്ചതിന്. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ.